ഗൈസ് നിങ്ങൾ തംബ്നെയിലിന്റെ ക്ലിക്ക് ബൈറ്റ് അല്ല ഗൈസ്. ഈ സംഭവം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളെ ഫോൺ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. വെറും 5 മിനിറ്റിന് താഴെ തന്നെ കുറച്ച് നുണുക്ക് പണികൾ മാത്രം മതി സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫോട്ടോ ആണ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എന്നെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയണ്ട. ഓക്കെ സോ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ സോ ആദ്യമേ തന്നെ നമ്മളെ ദീർഘവിഷ്ടിയായ നമ്മളെ കണ്ണിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളെ ഫോട്ടോയിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ബ്ലർഡ് ആയിട്ടുള്ള സീന് ബാക്ക്ഗ്രൗണ്ട് ആണ്. രണ്ടാമത്തെ നമ്മളെ പബ്ജി ചെറുക്കൻ ഇങ്ങനെ വെടിവെക്കാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് നമ്മളുടെ സ്വന്തം ഫോണാണ്. ഓക്കെ സോ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മളെ 3 സംഭവം റിയൽ ലൈഫ് എടുക്കുന്ന സംഭവമാണ്. ആദ്യമേ തന്നെ ജസ്റ്റ് സൂര്യപ്രകാശമുള്ള പുറത്തേക്ക് പോയാലേ. ഓക്കെ സോ ജസ്റ്റ് കാട്ടിലേക്ക് ഓടിപ്പോവുക. ചുറ്റും പറഞ്ഞേ കാട്ടിലല്ല, ജസ്റ്റ് പുറത്തേക്ക് ഓടിപ്പോവുക. ഓക്കെ സോ പുറത്തേക്ക് പോയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് 2 ഫോണിൻ്റെ ആവശ്യമുണ്ട്. ഒരു ഫോണിൽ ജസ്റ്റ് ഒരു ട്രൈപോഡ് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് പിടിപ്പിക്കുക. രണ്ടാമത്തത് നിങ്ങൾ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പോസിൽ ഇതുപോലെയൊക്കെ വെക്കുക. ഓക്കെ ഇതുപോലെ സെറ്റാക്കി കഴിഞ്ഞിട്ട് 2-3 ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ അതിന് സെലക്ട് ചെയ്യുക. സോ നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടി ഒരു ഫോട്ടോ എടുക്കുക ഇതുപോലെ. ഓക്കെ സോ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ 2 ഫോട്ടോ വരും. ഒന്നെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ, രണ്ടാമത്തെ നമ്മളെ ഫോണിൽ പിടിച്ചിരിക്കുന്ന സംഭവം. ഇത് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മളെ പബ്ജി ചെറുക്കനാണ്. ഓക്കെ സോ പബ്ജി ചെറുക്കനെ ലിങ്കിനെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ജസ്റ്റ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ സോ നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ 3 ഫോട്ടോ വരും. ഒന്നെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ കാട്ടിൻ്റെ ഫോട്ടോ, രണ്ടാമത്തെ നമ്മളെ ഫോണിൻ്റെ ഫോട്ടോ, മൂന്നാമത്തെ നമ്മളെ ഇമേജാണ്. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മളെ പണിയിലേക്ക് ഡയറക്റ്റ് എടുക്കാം. ദാറ്റ് ഈസ് നമ്മളെ എഡിറ്റിംഗ്. സോ ഈ എഡിറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്നാപ്സീഡാണ്. സോ നമുക്ക് സ്നാപ്സീഡിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളെ സ്നാപ്സീഡിലേക്ക് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ, നമ്മളെ കാട്ടിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. ഈ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ കാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സംഭവം ഇവിടെ സെറ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ജസ്റ്റ് ടൂൾസ് എന്ന് പറഞ്ഞ താഴെ സംഭവമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ പോകുമ്പോൾ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ വരും. സോ ഈ സംഭവം ഇങ്ങനെ വലുതായിട്ട് സർക്കിൾ ചെയ്ത് ജസ്റ്റ് പിൻ ചെയ്തിട്ട് ചെറുതാക്കുക. ഓക്കെ ഏറ്റവും മാക്സിമം ചെറുതാക്കിയിട്ട് ജസ്റ്റ് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് സൈഡിൽ വെക്കുക. ഓക്കെ സോ അത് വെച്ച് കഴിയുമ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഇങ്ങനെ ബ്ലറായിട്ട് ഇങ്ങനെ കാണും. സോ ബ്ലറിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടി ബ്ലർ സ്ട്രെങ്ത് പോയിട്ട് ഏകദേശം ഒരു 50-60 ആ റേഞ്ചിൽ വെക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് 50 വെക്കുക. സോ 50 വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ സംഭവം സെറ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ടിക്ക് അടിച്ചിട്ട് ബാക്ക് അടിക്കുക. നമ്മളെ പിക്ചർ കാര്യങ്ങൾ ഫുള്ളി ഇങ്ങനെ വളരെ അടിപൊളിയായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അടുത്തായിട്ട് നമുക്ക് നമ്മളെ ഫോണിൻ്റെ മറ്റേ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇമേജില്ലേ അത് ആഡ് ചെയ്യണം. ഇതിന് വേണ്ടി ജസ്റ്റ് നമ്മളെ ടൂൾസിൽ പോയിട്ട് ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുറച്ച് സംഭവം വരും. ഇവിടുന്ന് നമ്മളത് പ്ലസ് ഫോട്ടോൻ്റെ ഒരു സംഭവം ഉണ്ട്. ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഫോൺ കയ്യിൽ പിടിച്ചാക്കുന്ന ഒരു സംഭവം ഉണ്ട്. സോ നമ്മൾ രണ്ടാമത്തെ ഒരു ഫോട്ടോ എടുത്താൽ അത് ജസ്റ്റ് നിങ്ങളത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഫുൾ ഒരു ഒപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ് ജസ്റ്റ് ഒരു ബ്ലറി ആയിട്ടുള്ള പിക്ചർ ആയി ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഈ ഒരു വെള്ളത്തുള്ളിയുടെ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒപ്പാസിറ്റി ജസ്റ്റ് മാക്സിമം ആക്കുക. ഓക്കെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ബ്ലറൊക്കെ കാണാണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോൺ മാത്രം നോർമൽ ഫോട്ടോ ആയിപ്പോൾ നമ്മളെ ബ്ലർ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ഇനി തിരിച്ച് നമ്മളെ ഫോട്ടോയിൽ വന്നിട്ട് ജസ്റ്റ് നമ്മളെ മേളിലൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. സോ ഈ സംഭവത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് സംഭവം വരും. ഇവിടെ ജസ്റ്റ് വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ സംഭവം വരും. ഇവിടുന്ന് താഴെ നമുക്കൊരു ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നടുക്കുള്ള ഒരു ബ്രഷിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഫോട്ടോ ഇങ്ങനെ വരും. സോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണുന്ന. ഇവിടെ താഴെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻവേർട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻവേർട്ടിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത നമ്മളെ സംഭവം വീണ്ടും സെറ്റ് ആവും. സോ ഇവിടുന്ന് ഇനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്നത്. സോ ഈ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയും. ഓക്കെ ഇറേസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഡബിൾ എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് ഇത്ര ആക്കി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി. ഓക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ബ്ലറായി വരും. കാരണം നമ്മളെ ഈ ഫ്രണ്ടിലത്തെ സംഭവം റിമൂവ് ആവുകയാണ്. സോ റിമൂവ് ചെയ്ത് നിങ്ങൾ നല്ല പ്രിസൈസ് ആയിട്ട് നിങ്ങളുടെ കറക്റ്റായിട്ട് എഡ്ജൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക മാക്സിമം. നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ ജസ്റ്റ് നിങ്ങൾ ഡബിൾ എക്സ്പോഷർ വാല്യൂ കൂട്ടിയിട്ട് ജസ്റ്റ് തിരിച്ച് മായ്ച്ചു കൊടുക്കുമ്പോൾ ശരിയാവും. സോ ഇത് നിങ്ങൾ ജസ്റ്റ് തിരിച്ച് നേരെ എടുത്ത് ഒരു 1-2 മിനിറ്റ് എടുത്ത് പതുക്കെ ചെയ്തിരുന്നാൽ മതി. എന്നാലും നല്ല പെർഫെക്ഷനായിട്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഓക്കെ നല്ലോണം ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളെ ടിക്ക് ബട്ടൺ ഞെക്കി തിരിച്ച് ബാക്കിലോട്ട് വരും. ഓക്കെ പിന്നെ നമ്മൾ ഹോം സ്ക്രീൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത് ജസ്റ്റ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സീനായിട്ട് ബ്ലറാക്കി എടുക്കും. പ്ലസ് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടുള്ള സംഭവം ഉണ്ട്. ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പബ്ജി ചിറകനെ കയറ്റുന്നതാണ്. ഓക്കെ പബ്ജി ചിറകാണ് ഇതിനകത്തുള്ള മെയിൻ സംഭവം. ഇതിന് വേണ്ടി നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ജസ്റ്റ് നമ്മളെ ടൂൾസിലേക്ക് പോയിട്ട് ജസ്റ്റ് താഴോട്ട് നമ്മുടെ മറ്റേ സംഭവം തീർന്ന് ഡബിൾ എക്സ്പോഷർ. സോ അതിൽ ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലത്തെ ഒരു സംഭവം വരും. ഇവിടെ താഴെ ആഡ് ഇമേജിൻ്റെ ഒരു സംഭവം വരും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമ്മൾ പബ്ജി ചെറുക്കാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇതിനകത്ത് എടുത്ത് കഴിയുമ്പോൾ പബ്ജി ചെറുക്കാൻ മാത്രമേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു വലിയ ഒപ്പാസിറ്റി ഇല്ലാത്ത എടുക്കും. സോ ഈ വെള്ളത്തുള്ളിൽ ജസ്റ്റ് ക്ലിക്ക്
ക്ലിക്ക് ഒപ്പാസിറ്റി 100 100 കഴിയുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ സംഭവം കാണാതെ ഈ പബ്ജി ചെറുക്ക മാത്രമേ ഉള്ളൂ. സോ ഇത് ശരിയാക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ മറ്റേ സംഭവത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വ്യൂ അടിച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും ഡബിൾ എക്സ്പോഷർ ക്ലിക്ക് ചെയ്തിട്ട് നടുക്കുള്ള പെയിൻറ്റ് ബ്രഷ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നാലും നമുക്കിനി വരച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ. ഇവിടെ വരുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ ഫോണും ബാക്ക്ഗ്രൗണ്ട് കാണും. സോ സീനായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പബ്ജി ചെറുക്കനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് ഈ ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ ജസ്റ്റ് 100 ഓക്കെ, അതായത് ഒപ്പാസിറ്റി ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ട് നമ്മളെ പബ്ജി ചെറുക്കൻ വരുത്തുള്ളൂ. സോ ജസ്റ്റ് 100 ശേഷം ജസ്റ്റ് ആ പെയിൻറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, നമ്മളെ സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് എഫക്റ്റ് വേണം ഗൈസ്. കാരണം സ്ക്രീനിൽ നിന്ന് തന്നെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു റിയലിസ്റ്റിസിറ്റി ഒക്കെ വേണം. സോ സ്ക്രീനിൽ കൂടെ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ നമ്മൾ ആ ഗ്രൗണ്ടിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വരും. പിന്നെ നമ്മൾ മേലോട്ട് ഒരു ഊഹത്തിൽ ഇങ്ങനെ വരച്ചു പോകുമ്പോൾ നമ്മൾ പബ്ജി ചെറുക്കന് സെറ്റായിട്ട് വരും. ഓക്കെ, സോ പബ്ജി ചെറുക്കന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും കേസ് നിങ്ങൾ എഡ്ജസ് ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി കേസ് ഡബിൾ എക്സ്പോഷർ വാല്യൂ ജസ്റ്റ് 0 ആക്കിയിട്ട് ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലോണം സെറ്റ് ആക്കിയിട്ട് കറക്റ്റായിട്ട് നല്ല പ്രിസൈസ് ആയിട്ട് ചെയ്യണം കേസ്. കാരണം ഇതാണ് ഏറ്റവും മെയിനായിട്ട് നല്ല സീനായിട്ട് ലുക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇത് എത്ര നല്ലോണം ചെയ്യുന്നത് അത്ര റിയലിസ്റ്റിസി ആയിട്ടിരിക്കും. ഇനി കുറച്ച് എഡിറ്റിങ് കാര്യങ്ങൾ നമ്മളെ കോൺട്രാസ്റ്റും കുറച്ച് കാര്യങ്ങൾ വെച്ച് കളിച്ചിട്ട് ജസ്റ്റ് നമ്മളെ ഫൈനൽ സംഭവം നോക്കുമ്പോൾ എൻ്റെ പോലെ സംഭവം സീന് സാധനമാണ് ഉണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സംഭവമായിട്ടൊന്നും ഞാൻ ഞെട്ടി തന്നെ കഴിച്ചു ലാസ്റ്റ് ടൈപ്പ്. സോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് അടിക്കുക ആൻഡ് അടുത്ത കാണാം. ഗുഡ് ബൈ.